ഹലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു പ്ലീറ്റഡ് ഫ്രോക്ക് ഉണ്ടല്ലോ, അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണിട്ടത്. നമ്മൾ അളവ് പ്രകാരം തന്നെ നമ്മുടെ ക്ലോത്തിന് ആദ്യം തന്നെ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഞാനൊരു വൈറ്റ് ലൈനിങ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. 4 ലെയറാക്കിയിട്ട് മടക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ നോർമൽ ക്ലോത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് 4 ലെയറായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക. അതിനുശേഷം മേൽഭാഗത്താണ്, അതായത് ആ ഒരു സ്ക്വയർ ഭാഗത്താണ് നമ്മൾ ഇതേ കാണുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ നമ്മുടെ അരവണ്ണം മാർക്ക് ചെയ്യുന്നത്. അരവണ്ണം റൗണ്ട് ലെവലിലാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, അരവണ്ണം മാർക്ക് ചെയ്യണം. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് 4 വയസ്സിലൊരു 5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി ലെവലിലാണ്. അപ്പോൾ ഇത് മേലേന്നും താഴെന്നും 3 ഇഞ്ച് വീതം എടുത്തിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതന്നെ റൗണ്ട് ഷേപ്പിൽ ആ ഒരു 3 ഇഞ്ച് ലെവലിൽ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് മാർക്ക് ചെയ്യും. നമ്മളിത് കോണാക്കിയിട്ടൊന്നും ക്ലോത്ത് എടുക്കുക. അതായത് അംബ്രല്ല കട്ടിനാണ് നമ്മൾ മെയിനായിട്ട് കോണാക്കിക്കൊണ്ട് ക്ലോത്തും എടുക്കുക. ഇത് കോണാക്കിയിട്ടല്ല ഞാൻ ക്ലോത്ത് എടുത്തിട്ട് നോർമലി ബോക്സ് പോലെ തന്നെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ ലെങ്ത്ത് എത്ര വേണം എന്നുള്ളത് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഫുൾ ലെങ്ത്തിൽ നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കിയിട്ട് ആ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ക്ലോത്ത് എത്ര എടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ക്ലോത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ലെവലിൽ ക്ലോത്ത് കിട്ടിയ 30 ഇഞ്ച് ലെവലിലാണ് ഞാൻ ക്ലോത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നീളം 30 ഇഞ്ചൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ക്ലോത്തിൻ്റെ വീതി അതേ 30 ഇഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ക്ലോത്തിന് വീതി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ക്ലോത്ത് ആ ഒരു സൈഡിലേക്ക്, അതായത് വീതിയുടെ ഭാഗത്തേക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാ ഭാഗത്തും ഇതേപോലെ 30 തന്നെ വരണം. ആ 30-ൽ നിന്ന് 3 ഇഞ്ച് അങ്ങോട്ട് മേലെ നിന്ന് പോകും. ബാക്കി നമുക്ക് 27 ഇഞ്ചാണ് കിട്ടേണ്ടത്. ആ 27-ലും 1 ഇഞ്ചോളം നമ്മുടെ തയ്യൽ തുമ്പിന് പോകും. ആ 2 വിരൽ കണ്ടത് എൻ്റെ മോളുടെ വിരലാട്ടോ, ഇതേ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നത് 30 ഇഞ്ചിൻ്റെ ഇത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് 30 ഇഞ്ച് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് മാത്രം ഒരു പീസ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ മോൾക്ക് ഫുൾ ലെങ്ത് ആയിട്ട് എടുത്തുകൊണ്ടാണ് അങ്ങനെ പീസ് ഇട്ട് കൊടുക്കും. ഒരു മുട്ടുകാലിൻ്റെ താഴേക്കായിട്ടൊക്കെയാണ് ഈ ഒരു മോഡൽ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഓക്കെ, ഞാൻ അതേ ക്ലോത്തിൻ്റെ തന്നെ താഴ്ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു പീസ്, അതായത് അതേപോലെ തന്നെ 4 ലെയറിൽ ക്ലോത്ത് മടക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലോത്ത് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലിട്ടിട്ട് മാർക്ക് ചെയ്ത് വരിക ചെയ്തു കേട്ടോ. ആ ഒരു പീസ് മാത്രമായിട്ട് അവിടെ ജോയിൻ പീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ക്ലോത്ത് നമുക്ക് വേസ്റ്റ് ആവാതെ കിട്ടും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നമ്മൾ എടുത്ത ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം മടക്കിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരുപാട് ക്ലോത്ത് നമുക്ക് വേസ്റ്റ് ആയി പോകും. അതിൻ്റെ നീളവും വീതിയും എത്രയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ആദ്യം തന്നെ നീളത്തെ എനിക്ക് മനസ്സിലായി 30 ഇഞ്ചാണ് വേണ്ടതെന്ന് മനസ്സിലായി. 30 ഇഞ്ചാണ് ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ നമ്മൾ എടുത്ത് നമുക്ക് എളുപ്പത്തിൽ കാര്യം ക്ലിയർ ആയിട്ട് കിട്ടും. എക്സ്ട്രാ വെക്കുന്ന ക്ലോത്ത് ഞാൻ കുറച്ച് മേലേക്ക് കയറ്റിയിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. അതായത് നമ്മളെന്തായാലും അവിടെ തയ്ച്ച് വരുമ്പോൾ തയ്യൽ തുമ്പ് പോകുമല്ലോ, 2 ഭാഗത്തേക്കുള്ള തയ്യൽ തുമ്പ്, ആ തയ്യൽ തുമ്പ് പോകുന്ന ലെവലിൽ ഞാൻ ക്ലോത്തിന് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കയറ്റി വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിലേക്ക് അവിടുത്തെ 2 ഭാഗത്തെ തയ്യൽ തുമ്പ് നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, പിന്നെ നമുക്ക് വേറെ ചെയ്യാമെന്നില്ല, വേഗം കട്ട് ചെയ്യാം. മാർക്ക് ചെയ്ത ആ ലെവലിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എനിക്ക് അരഭാഗത്തേക്ക്, അതായത് നമ്മൾ മേൽഭാഗം കട്ട് ചെയ്തല്ലോ, 3 ഇഞ്ച് ലെവലായിട്ട് കട്ട് ചെയ്തല്ലോ. അവിടെ എനിക്ക് ക്ലോത്ത്, അതായത് മൊത്തം വണ്ണം 24 ഇഞ്ചായിരുന്നു വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 3 ഇഞ്ചിലെടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടോ. അതിൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോർമുല പ്രകാരം അതുമാത്രമല്ല, പിന്നെ തയ്യൽ തുമ്പ് വേണ്ട കട്ടിങ്ങിന്. ഇതിപ്പോൾ തയ്യൽ തുമ്പ് 2 സൈഡിലേക്കും തയ്യൽ തുമ്പ് ഇല്ലാത്ത ലെവലിലാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത്. അതായത് ഒരു ഭാഗത്ത് ഓപ്പൺ ഇല്ല, റൗണ്ട് ഷേപ്പിൽ മാത്രമായിട്ടാണ് ഇതിൻ്റെ അരഭാഗം കിട്ടുന്നത്. ആ റൗണ്ട് ഷേപ്പ് അല്ലാത്ത രീതിയിൽ നമുക്ക് അതിൻ്റെ കട്ടിങ് വരുമ്പോൾ, അതായത് 2 സൈഡിലേക്ക് ജോയിന് വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ 3 ഇഞ്ച് എടുക്കാൻ പറ്റില്ല. ആ ജോയിന് കൂടിയിട്ടുള്ളൊരു തയ്യൽ തുമ്പ് എക്സ്ട്രാ വീണ്ടും വേണ്ടി ചിലപ്പോൾ 3.5-4 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യേണ്ടി വരും. അതായത് എത്രയാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത് അത്രയും കൂടുതൽ 2 സൈഡിലേക്ക് ജോയിനായിട്ട് തയ്ച്ച് ക്ലീനാക്കും വേണം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് എക്സ്ട്രാ കയറും ഇറങ്ങി ഇരിക്കും. അത് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ക്ലിയറാക്കി പോകേണ്ടതാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ക്ലിയറാക്കാനുണ്ടാവില്ല, കറക്റ്റായിട്ട് ഉണ്ടാവും. എന്നാലും തയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് അവിടെ നിന്ന് നോക്കണം, കാരണം ജോയിന് വന്നതാണല്ലോ. അതുകൊണ്ട് എന്തായാലും ചിലപ്പോൾ ഒരു കയറ്റിറക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സ്റ്റിച്ചിങ് ആ ജോയിൻ പീസ് വെച്ചതിന് ശേഷം നമ്മുടെ ക്ലോത്തൊന്ന് വെച്ച് ക്ലിയർ ആക്കണം. മറ്റുള്ള പീസ് പോലെ തന്നെയാണ് ഇവിടെ വരുന്നത് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പോകണം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഓരോ ഭാഗത്തും നമ്മൾ പ്ലീറ്റ് വരുന്ന, പ്ലേറ്റ് ആണെങ്കിലും ഫ്രില്ലാണെങ്കിലും എന്താണോ നമ്മളവിടെ വെക്കുന്നത് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഇഞ്ച് ലെവലിലാണ് പ്ലേറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഈ 4 ഇഞ്ച് ലെവലാണെങ്കിലും 5 ഇഞ്ച് ലെവലാണെങ്കിലും നമുക്ക് എത്ര ലെയർ പ്ലേറ്റ് വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി, അതൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്ക് നമ്മൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പം അങ്ങനെ ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, പ്ലേറ്റ് സ്റ്റിച്ച് മെയിനായിട്ട് ഈ ഒരു ഫ്രോക്കിൽ പ്ലേറ്റ് തയ്ച്ച് തീരാനാണ് കുറച്ച് ടൈം എടുക്കുക.
കാരണം ഒരേ ലെവൽ എല്ലാ ഭാഗത്തേക്കും പ്ലീറ്റ് വരേണ്ടതല്ലേ. അപ്പോൾ അത് തയ്ച്ച് തീർക്കാനാണ് കുറച്ച് ടൈം എടുക്കുക. അപ്പോൾ ആ ഒരു പ്ലീറ്റ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അത് ജോയിൻ ചെയ്യാൻ, അതായത് എവിടെയാണോ നമുക്ക് പ്ലീറ്റ് വരേണ്ടത് അവിടെ ആ ഒരു മാർക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്ത് വെച്ചാൽ പിന്നെ എളുപ്പമായി അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ പിന്നെ അളന്നെടുത്ത് കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഏതൊക്കെ ഭാഗത്താണോ പ്ലീറ്റ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കുക. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 5 ഇഞ്ച് ലെവലിലാണ് മാർക്ക് ചെയ്യുന്നത്. 5 ഇഞ്ച് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലീറ്റ് എവിടെയാണോ വന്ന് കിടക്കേണ്ടത്, എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ പ്ലീറ്റിൻ്റെ ലാസ്റ്റ് ഭാഗം എവിടെയാണോ കിടക്കേണ്ടത് അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. സ്റ്റിച്ച് വരേണ്ട ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നില്ല, അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അളന്ന് മാർക്ക് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഇത്ര പ്ലീറ്റ് വരണം എന്നുള്ളത് കാണിച്ച് തരാൻ വേണ്ടി മാത്രമാണ് ഞാനിതിവിടെ കൊടുത്തിട്ടുള്ളത്. മൊത്തം 7 പ്ലേറ്റാണ് വരേണ്ടത്. ഇവിടെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് നമ്മുടെ മോളുടെ കുട്ടിയുടെ ഫുൾ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് എന്നുള്ള ലെവലിൽ നമ്മളിത് മാർക്ക് ചെയ്തെങ്കിൽ കൂടി ഇങ്ങനെയുള്ള ഫ്രോക്കുകൾ തയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് നമ്മൾ ഷിഫ്നെറ്റ് വെച്ചിട്ടും അല്ലെങ്കിൽ ക്യാൻ സ്കേർട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 1-2 ഇഞ്ച് കൂടുതൽ ലെങ്ത്ത് എടുക്കാൻ നോക്കണം. കാരണം അതങ്ങോട്ട് പൊങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ഫ്രോക്ക് നീളം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാർക്കിൻ്റെ 2 ഇഞ്ച് താഴേക്ക്, ഏറ്റവും താഴത്തെ ലെയർ ഉണ്ടല്ലോ ആ താഴത്തെ ലെയറിൽ 2 ഇഞ്ച് താഴേക്ക് നമ്മുടെ നെറ്റ്, അതായത് പ്ലീറ്റിൻ്റെ ഒരു ഭാഗം ഇറക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഓൾറെഡി നമ്മുടെ ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 5 വയസ്സായി, എന്നാലും 5 വയസ്സായ ഹൈറ്റ് അല്ല, ആൾ കുറച്ച് ഹൈറ്റ് കൂടുതൽ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മോൾക്കാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. അത് ലൈനിങ്ങിൽ എടുക്കുന്നില്ല, ഞാൻ വെക്കുന്ന ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ സ്കേർട്ട് പാർട്ടിലേക്ക് വെക്കുന്ന നമ്മുടെ നെറ്റിൻ്റെ ക്ലോത്ത് കൊണ്ടുള്ള പ്ലീറ്റ് കൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓൾറെഡി ലെങ്ത്ത് കുറച്ചുകൂടി ഉണ്ട്, കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ പ്ലേറ്റിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്, വൈറ്റും പിന്നെ ഒരു റാണി റോസ് കളർ, റെഡ് അല്ല, ഒരു റാണി റോസ് കളറാണത്. അപ്പോൾ ഇതാണ് നമുക്കിനി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റിൽ വെക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ 4 ഇഞ്ച്, അപ്പോൾ അതിന് തയ്യൽ തുമ്പ് മാത്രം, മേൽഭാഗത്തേക്കുള്ള തയ്യൽ തുമ്പ് മാത്രം കൂടുതൽ എടുത്തിട്ട് 4.25 ഇഞ്ച് ആദ്യം തന്നെ പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള എല്ലാ പീസും ഒരു 5-5.25 എന്നൊക്കെയുള്ള ലെവലിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ, താഴേക്ക്. ഇനി നമ്മൾ പ്ലേറ്റ് വെക്കുന്ന സമയത്തോ ഏറ്റവും ലാസ്റ്റ് പ്ലേറ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് ലൈന് അതിൽ വേണം വെച്ച് വരാൻ കേട്ടോ. അതെ, നമുക്കിത് നൂലൊന്നും ഞാൻ മാറ്റുന്നില്ല, മോൾക്കായതുകൊണ്ട് തന്നെ ഉള്ളിലേക്കുള്ളതല്ലേ, നൂലൊന്നും ഞാൻ ജസ്റ്റ് മാറ്റുന്നൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇവിടെ ജോയിൻ പീസ് ഉണ്ടായിരുന്നല്ലോ 2 സൈഡിലേക്ക് എടുത്തിട്ടുള്ള ഒരു ജോയിൻ പീസ്, ആ ജോയിൻ പീസ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്ത് ലെവൽ ചെയ്ത് പോകണം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ജസ്റ്റ് ഒരു നോട്ട് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ അതിവിടെ ഒന്ന് ജോയിൻ ആക്കാനാട്ടോ പോകുന്നത്. സ്റ്റിച്ചൊക്കെ കഴിഞ്ഞ് ഡബിൾ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം, അതേപോലെ തന്നെ മേലേക്ക് പതിച്ച് തയ്ക്കണം എന്നുള്ളവർക്ക് പതിച്ച്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അത് 2 ഭാഗം ജസ്റ്റ് ഒന്ന് യോജിപ്പിക്കാത്തുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ യോജിപ്പിച്ചിട്ടുള്ളൂ, 2 ഭാഗവും നിങ്ങളതേപോലെ യോജിപ്പിക്കാം കേട്ടോ.
സ്കേർട്ട് പാർട്ടിൽ ആ വൈറ്റ് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഓരോ ലെയറും പ്ലേറ്റ് ഇട്ടിട്ട് വരാം. അപ്പോൾ പ്ലേറ്റ് ഇടുന്നത് ഇത് നമ്മൾ ലൈവിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങളുടെ പ്ലേറ്റിൻ്റെ ഇൻടേക്ക് എത്ര എടുക്കണം എന്നുള്ളതും അതിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ പ്ലേറ്റ് ഇപ്പോൾ ചെറിയൊരു ഇൻടേക്കിൽ എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം, അതല്ല കൂടുതലായിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഞാനിവിടെ റോസ് കളർ, അതായത് നമ്മൾ റാണി റോസ് ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതൽ കൂടിയിട്ടാട്ടോ പ്ലേറ്റ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ക്ലോത്ത് വൈറ്റ് ആണല്ലോ, വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ വൈറ്റിനുള്ളിലൂടെ ഇവിടെ റാണി റോസിൻ്റെ ഈ ഒരു റോസിൻ്റെ ഉള്ളിലൂടെ ആ വൈറ്റ് നല്ല തെളിഞ്ഞ് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ച ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കളറിൽ റെഡ് കളറ്, അതായത് റാണി റോസിൻ്റെ കളറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻടേക്ക് അല്പം കൂടുതൽ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്ലീറ്റ് ഇടുന്നത്. അതുകൊണ്ട് രണ്ട് കാര്യമാണ്, പ്ലേറ്റിൻ്റെ വീതി കൂടുതലുള്ളത് കൊണ്ടും ക്ലോത്ത് കൂടുതൽ അവിടെ വരുന്നത് കൊണ്ടും ഉള്ളിലുള്ള വൈറ്റ് കളർ എടുത്ത് കാണിക്കില്ല. മറിച്ച് ഞാൻ വൈറ്റ് കളറിലല്ലോ, വൈറ്റ് കളർ നോർമൽ പ്ലേറ്റ് തന്നെയാണ് ഇടുന്നത്, കൂടുതൽ ഇൻടേക്ക് എടുക്കാതെ നോർമൽ ഇൻടേക്കിൽ തന്നെയാണ് പ്ലേറ്റ് ഇടുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ക്ലോത്തിനനുസരിച്ചിട്ട് നമ്മളത് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇത്രത്തോളം പ്ലേറ്റ് എടുത്തിട്ട് ഓരോ ഭാഗവും കവർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കളറിൽ പ്ലേറ്റ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേറ്റിൻ്റെ വീതി ചെറിയൊരു 4-5 ലെവൽ തന്നെയാണ് പ്ലേറ്റിൻ്റെ വീതി വരുന്നത്. പക്ഷേ ഇൻടേക്ക് ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈറ്റിൽ ഇത്രയും ഇൻടേക്ക് എടുക്കുന്നില്ല, നോർമൽ ഇൻടേക്ക് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഫുള്ള് പ്ലേറ്റിൻ്റെ ഓരോ ലെയറും നമുക്ക് എത്രയാണോ നമുക്ക് ആവശ്യമുള്ള പ്ലേറ്റിൻ്റെ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അത് മൊത്തം പ്ലേറ്റ് ആക്കിയിട്ട് മാറ്റി വെക്കുക ഫുള്ള്. അതിനുശേഷം മാത്രം തയ്ക്കാനായിരിക്കും. അവന് എളുപ്പത്തിൽ നമ്മുടെ പരിപാടി ഉണ്ട് കഴിയുന്ന പോലെ ഫീൽ ആവും. ഇത് കണ്ടില്ല, ഇപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് തയ്ച്ചുകൊണ്ട് നമുക്ക് ഉള്ളിലുള്ള വൈറ്റ് പുറത്തേക്ക് കാണാത്ത ലെവലിലാവും. ഓക്കെ, ഇനി നമുക്കതിൻ്റെ പ്ലേറ്റ് വെച്ച് വരും. താഴെ നിന്നാട്ടോ വെക്കേണ്ടത്, ഏറ്റവും താഴെ നിന്നാണ് നമ്മളത് വെച്ച് വരേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ നമുക്കിതിൻ്റെ കരഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ ഒരു ജോയിൻ പീസ് വെച്ചതിന് ശേഷം ലെവൽ ചെയ്യണം. നമുക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാനുണ്ട്. അതൊക്കെ ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിവിടെ എന്ത് ചെയ്യാം, കരഭാഗം മടക്കി തയ്ച്ച് വരാം. ഈ കരഭാഗത്ത് മടക്കി തയ്ക്കേണ്ടവർക്ക് മടക്കി തയ്ക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഉരുട്ടി അടിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജാനോ മെഷീൻ വെച്ചിട്ട് ഉരുട്ടി അടിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്തായാലും ഞാനിവിടെ മടക്കിയിട്ടാണ് തയ്ക്കുന്നത്. സിമ്പിളായിട്ട് മടക്കിയിട്ട് നോർമലായിട്ട് നമ്മൾക്ക് തയ്ച്ച് തരാം. ഞാൻ ആദ്യം പറഞ്ഞ് നമുക്ക് താഴേക്ക് മടക്കി തയ്ക്കാൻ ഒരു 3/4 ഇഞ്ച് വീതി മതിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് മടക്കി തയ്ക്കണമെങ്കിൽ അത്രയും വേണ്ടി വരില്ല. ഇതിപ്പോൾ നോർമലായിട്ട് ഞാൻ മടക്കി തയ്ക്കുന്നുണ്ട്, എന്നിട്ട് തന്നെ നമുക്ക് 3/4 ഇഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ മടക്കി തയ്ക്കുന്നതിന് വളരെ നൈസാക്കിയിട്ടൊക്കെ മടക്കി തയ്ക്കണമെന്നുണ്ടെങ്കിൽ അത്രയും വേണ്ടി വരില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അരവണ്ണം മാർക്ക് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പും എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത്രയും നമ്മളത് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ അരവണ്ണത്തെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, തയ്ച്ച് വരാം. നമ്മൾ മൊത്തം തയ്ച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലീറ്റ് ഓരോന്നോരോന്നായിട്ട് വെച്ച് വരാം. ആ ഒരു മാർക്ക് അനുസരിച്ചിട്ട് നമുക്ക് വെച്ച് വരാം. ഏറ്റവും താഴെ ഞാൻ വൈറ്റ് ആട്ടോ വെക്കുന്നത്, പിന്നെ അതിൻ്റെ മേലെ റാണി റോസ്, പിന്നെ വീണ്ടും വൈറ്റ്, പിന്നെ വീണ്ടും റാണി റോസ്. ആ ഒരു ലെവലിലാണ് വെച്ച് വരുന്നത് കേട്ടോ. ആദ്യം തന്നെ വെക്കുമ്പോൾ കുറച്ചിങ്ങനെ നീട്ടി വെക്കാം, കാരണം അത് വന്നിട്ട് എൻഡ് ആവുന്ന സമയത്ത് രണ്ടും കൂടി ജോയിൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് വിട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല 2 ഇഞ്ച് താഴേക്ക് ഇറക്കി ഞാൻ തയ്ക്കുന്നു. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്ലോത്ത് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് തന്നെ അങ്ങനെ കേട്ടോ. ഞാൻ ഈ ഒരു ക്ലോത്ത് മൊത്തം 10 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വൈറ്റ് നെറ്റ് 5 മീറ്ററും റാണി റോസ് 5 മീറ്ററും അങ്ങനെയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് റാണി റോസ് വീണ്ടും 2 മീറ്റർ വാങ്ങിക്കേണ്ടി വന്നു, എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വന്നു. കാരണം ഞാൻ അതിൻ്റെ ഇൻടേക്ക് എടുത്ത് കുറച്ച് അല്പം കൂടുതലായിരുന്നു. വൈറ്റ് എടുത്തതുപോലെയല്ല, റാണി റോസിൻ്റെ ഇൻടേക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് പിന്നെ റാണി റോസിൻ്റെ ക്ലോത്ത് തികഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് 2 മീറ്റർ വീണ്ടും എക്സ്ട്രാ എടുക്കേണ്ടി വന്നു എനിക്ക്. ഇനി ഇത് ഇങ്ങനെ നമ്മൾ നോർമലായിട്ട് നീളം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയി നമുക്ക് ഓരോ മാർക്കിനനുസരിച്ചിട്ട് ഫുള്ളായിട്ട് കൊണ്ടുപോകാനായിട്ട് തന്നെ വേണ്ടത്.
നമ്മുടെ ലാസ്റ്റ് ഭാഗമാണത്. അതായത് ജോയിനും കൂടിയിട്ട് കൂട്ടിമുട്ടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണത്. ഈ ഒരു ഭാഗത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു മടക്ക് വരുന്ന ഭാഗം, അതായത് നമ്മൾ കുറച്ച് കൂടുതലെടുത്ത ഭാഗം ഉണ്ടല്ലോ, അത് കയറ്റി വെക്കുക. രണ്ട് സൈഡും എന്നിട്ട് മടക്കുള്ളിലേക്ക് വെക്കാം. ജോയിൻ ചെയ്തിട്ട് വെക്കുന്നതും അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. കുറച്ച് കൂടുതലായിട്ട് ക്ലോത്ത് എടുത്തിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചാലും മതിയാവും. രണ്ടും കൂടി അങ്ങനെ വല്ലാണ്ട് അറിയില്ല. ഇത് എക്സ്ട്രാ വന്നത് കട്ട് ചെയ്ത് കളയാട്ടോ. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് ജോയിനാക്കി വെക്കാം. കണ്ടില്ലേ? അപ്പോൾ അതവിടെ ഓപ്പണായിട്ട് വരുന്നില്ല, ഓപ്പണായിട്ട് അങ്ങനെ കിടക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് എടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കാനുള്ളൊരു സ്പേസ് അവിടെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു ലെയർ എടുത്ത് ഇതേപോലെ തന്നെ മേലേക്ക് മറ്റുള്ള ലെയറുകളും ഫുള്ളായിട്ട് വെച്ച് വരാം. ഇപ്പോൾ ഒറ്റ കളറിൽ എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ 2 കളറിലെല്ലാം എടുത്തുകൊണ്ടാണ് അങ്ങനെ 2 ലെയറായിട്ട് 2 രീതിയിൽ വെക്കുന്നത്. ഇൻടേക്ക് എടുത്തതും അതുകൊണ്ട് തന്നെയാണ്. കാരണം എൻ്റെ ലൈനിങ് ഒരു കളറാണല്ലോ, മറ്റൊരു കളറിന് അത് ശരിക്കും എടുത്ത് അറിയാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് റാണി റോസിൻ്റെ ഇൻടേക്കും കുറച്ച് കൂടുതലെടുത്തത്. പിന്നെ അതേപോലെ മറ്റുള്ളതും വെച്ച് വരാം കേട്ടോ. അതേപോലെ തന്നെ മേലേക്കായിട്ട് എല്ലാ ലെയേഴ്സും വെച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ലെയേഴ്സിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് വൈറ്റാണ് വരുന്നത്. ആ വൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. പക്ഷേ ശ്രദ്ധിക്കുക, ലാസ്റ്റാണല്ലോ, അതുകൊണ്ട് നമുക്ക് എളുപ്പമല്ല, ശ്രദ്ധിക്കാം. പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഓരോ മെഷീനനുസരിച്ചിട്ട് പിന്നെ ഓരോരുത്തരുടെയും കഴിവഴക്കത്തിനനുസരിച്ചിട്ട് ചിലർക്കുള്ള സ്പീഡിൽ ചെയ്യാൻ പറ്റും, ചിലർക്ക് സ്പീഡ് കുറച്ച് ചെയ്യാൻ പറ്റും. ചിലർക്ക് കാണുമ്പോൾ എന്താ എങ്ങനെയാണ് ഈ റൗണ്ടിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ സിമ്പിളാട്ടോ. അതാണ് ഞാൻ ലാസ്റ്റ് ലെയർ നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ക്ലോത്തിന് കൊണ്ടുപോകാം, മൊത്തത്തിൽ ഇങ്ങനെ കൊണ്ടുവരാം. ഇതിപ്പോൾ എവിടെയും ഓപ്പൺ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ വരുന്നത്. ഓപ്പൺ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ലെയറും വെച്ച് വന്നാൽ മതി. പക്ഷേ അങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കുമ്പോൾ എന്താണെന്നറിയോ, ലാസ്റ്റ് ആ ഓപ്പൺ സൈഡിലേക്കുള്ള ഓപ്പൺ ലാസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുമല്ലോ, ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു വൃത്തികേടാണ്. നമ്മുടെ ഈ പ്ലീറ്റ് അടക്കം അങ്ങോട്ട് ജോയിൻ ആയി പോകുന്ന പോലെ ഫീൽ ചെയ്യും. അതൊരു വൃത്തികേടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതൊരു അതിൽ നിന്നൊരു വൃത്തി കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഓപ്പൺ ഇല്ല. പിന്നെ ഓപ്പൺ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെങ്കിലും നമ്മുടെ ഈ ഒരു ലൈനിങ് പീസ് 2 സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെന്നുണ്ടെങ്കിലും ആ ഓപ്പൺ വരുന്ന ഭാഗം ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ പ്ലീറ്റ് വെക്കാൻ, അപ്പോഴേ ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേ ലാസ്റ്റ് ലെയറിൽ നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. കുറച്ച് ഗ്യാപ്പിട്ട് ഫുള്ളായിട്ട് അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. എൻ്റെ ക്യാമറ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞതുകൊണ്ട് തന്നെ ഈ റാണി റോസിൻ്റെ കളറൊക്കെ ഒരു തരം ലൈറ്റ് റോസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ. എന്തായാലും നേരിട്ട് കാണുമ്പോൾ ക്ലോത്ത് ഇങ്ങനെ ഫോണിലൂടെ കാണുമ്പോൾ അല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ. ലാസ്റ്റ് എൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റിൽ ചെയ്തതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗത്തുമ്പോൾ ആവശ്യമില്ലാത്ത ക്ലോത്ത് കട്ട് ചെയ്തിട്ട് മടക്കി വെച്ച് കൊടുക്കുക. ആ മടക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് ഓപ്പണായിട്ട് തോന്നരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യരുത്. കടലേ ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങോട്ട് മടക്കി വെച്ച് കൊടുക്കുക. അതോടെ നമ്മൾ ക്ലോത്തും കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി തന്നില്ല, ഒന്നുകൂടി വലിച്ച് വെച്ചിട്ട് മടക്കി വെച്ച് കൊടുക്കുക ചെയ്തത്. ഇത്രയേ ഉള്ളൂ. കണ്ടല്ലേ, സ്കേർട്ടിൻ്റെ പരിപാടി ഇതോടെ കഴിഞ്ഞു. പിന്നെ സ്കേർട്ടിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്ക് 2 ലൈനിങ് വെക്കണം. അതായത് സ്കേർട്ടിൽ ഇപ്പോൾ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വന്നാണ്. ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരു ലൈനിങ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതേ സെയിമിൽ തന്നെ നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ഈ അരഭാഗത്ത് വെച്ച് പിടിപ്പിക്കാം. അതിൽ നമുക്ക് ആ ഒരു ലൈനിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്നെറ്റ് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഷിഫ്നെറ്റ് വെക്കുന്നില്ല, ഞാൻ ക്യാൻ സ്കേർട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്ക് അടക്കി ഒതുക്കി മടക്കി വെക്കാൻ എളുപ്പമാകുമല്ലോ. അതുകൊണ്ട് ഞാനിതിൽ എന്ത് ചെയ്യുന്നില്ല, ഷിഫ്നെറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഷിഫ്നെറ്റ് വെക്കേണ്ടവർക്ക് ഇതിനകത്ത് വീണ്ടും ഇതേപോലെ തന്നെ ഒരു ലൈനിങ് പീസും കൂടി, ഇനി അതല്ല അംബ്രല്ല കട്ടിങ്ങിലാണെങ്കിൽ ഒരു ലൈനിങ് പീസിൻ്റെ ഉള്ളിൽ വേറെ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കോട്ടൻ്റെതായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാനെന്തായാലും അത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നേരെ സ്കേർട്ട് പാർട്ടിൻ്റെ മേലത്തെ പീസ് ഉണ്ടല്ലോ, യോക്ക് പാർട്ട്, അതിലേക്ക് വരാം. നമ്മൾ നോർമലായിട്ട് വൈറ്റ് ടേബിളും വൈറ്റ് ക്ലോത്തുമായിട്ട് രണ്ടും കൂടി അറിയുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമുക്കിവിടെ വേണ്ടത് മൊത്തം വേണ്ടത് 10 ഇഞ്ചാണ്. സ്റ്റിച്ചൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 10 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഒരു 11 ഇഞ്ചോളം, അതായത് തയ്യൽത്തുമ്പടക്കം 11 ഇഞ്ചോളം നമുക്ക് വേണമല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നതെന്ന് കരുതുക. അപ്പോൾ മേലേക്ക് ക്ലോത്ത് ഇല്ല, അപ്പോൾ ആ 4 ഇഞ്ചിൽ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യട്ടോ. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ട്
അപ്പോൾ താഴേക്കൂടെ പിന്നെ വേണ്ടത് 11 ഇഞ്ചാണ് മൊത്തം താഴേക്ക് വരേണ്ടത്. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാനിവിടെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് 11 ഇഞ്ച് ക്ലോത്തിൽ നിന്ന് 3.5 ഇഞ്ച് ലെവലിൽ മേലെ കട്ട് ചെയ്ത ബാക്കി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ മേലത്തെ യോക്ക് പാർട്ടിന് വെക്കാൻ വേണ്ടിയിട്ട് 1/4 മീറ്ററാണ് ക്ലോത്ത് കിട്ടിയിട്ടുള്ളൂ. എത്ര 1/4 മീറ്റർ മാത്രമാണ് ക്ലോത്ത് കിട്ടിയിട്ടുള്ളൂ. അതാകെ 10 ഇഞ്ച് അങ്ങോട്ട് തികച്ചുണ്ടായിരുന്നില്ല ക്ലോത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് മേലത്തെ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത്, അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്കായിട്ട് വരുന്നില്ല, ചെറിയൊരു വള്ളി പോലെയാണ് അവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചുള്ള ക്ലോത്ത് മതി നമുക്ക് താഴേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു 3.5 ഇഞ്ച് കുറച്ചിട്ട് ബാക്കി താഴേക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ കട്ടിങ്ങും ഏകദേശം ആ ഒരു ലെവലിൽ തന്നെയാണ് വരുന്നത്. മേലത്തെ പീസ് നെക്കിന് എടുക്കേണ്ടതില്ല നമുക്ക്. അപ്പോൾ ആ ഒരു ലെവലിലാണ് എനിക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കുട്ടിയുടെ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പ് എക്സ്ട്രാ എടുത്തിട്ട് ബാക്കി എടുക്കുക. നീ കണ്ടില്ലേ, 11 ഇഞ്ചാണ് ലെങ്ത്ത് തയ്യൽ തുമ്പടക്കം വേണ്ടത്. ആ 11 ഇഞ്ച് നമുക്ക് ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. 3.5 ഇഞ്ച് കുറഞ്ഞ്. ആ 3.5 ഇഞ്ച് എന്ന് പറയുന്നത് നെക്കിൻ്റെ ലെങ്ത്താണ്. നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് ഉദ്ദേശിച്ചത് 4 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും നമ്മുടെ ആ വള്ളി വരുന്ന ഭാഗത്തൊരു 3.5 ഇഞ്ച് വള്ളി ലെവലിലാണ് വെക്കുന്നത്. അതെന്താണ് കട്ടിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഷോൾഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഷോൾഡറും നിങ്ങളുടെ ആവശ്യത്തിനുള്ള ആം ഹോളും കൈക്കും ഒക്കെ മാർക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇപ്പം എൻ്റെ മോൾക്ക് ഏകദേശം ഒരു 6.5 ഇഞ്ച് ലെവലിലാണ് ഞാൻ ചെസ്റ്റിൻ്റെ വണ്ണം എടുത്തിട്ടുള്ളത്. അതൊക്കെ മാർക്ക് ചെയ്തു. ഇപ്പം നെക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് നമ്മുടെ യോക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ്. ഒരു ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പിൽ സെൻറ്റർ ഭാഗത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ആ ഒരു 3.5 ഇഞ്ച് ലെവലിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് മേലേക്കോട്ട് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് 4 ഇഞ്ച് ലെങ്ത്ത് നെക്കിന് കിട്ടുകയും ചെയ്തു. ഈ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ വള്ളി വെക്കുന്ന ഭാഗത്തേക്ക് 3.5 ഇഞ്ച് നെക്കിൻ്റെ വള്ളി എടുത്താലും മതി. ആ ഒരു ലെവലിൽ മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ വരുന്നത് യോക്കിൻ്റെ വണ്ണം വരുന്ന ഭാഗമാണ് 6 ഇഞ്ച്. നമുക്ക് 12 ഇഞ്ചാണല്ലോ വേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. കാരണം നമ്മൾ സ്കേർട്ട് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള 12 ഇഞ്ചിലാണല്ലോ. അപ്പോൾ ആ ലെവൽ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ആവശ്യത്തിന് തയ്യൽ തുമ്പ് കൊടുക്കാം. പിന്നെ ചെറിയൊരു കർവിന് വേണ്ടിയിട്ട് ചെറിയൊരു 1/2 ഇഞ്ചോളം എടുത്തിട്ട് കർവ് വരച്ച് കൊടുക്കാം. അപ്പോൾ യോക്കിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതേ ലെവലിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു യോക്കിൻ്റെ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോട്ടനാണ് കേട്ടോ. ഇത് കോട്ടണിലാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. ഈ കോട്ടൻ്റെ മീതെ വെക്കാൻ നമ്മുടെ എന്താ പറയുക, നെറ്റിൻ്റെ ഉള്ളിലും കോട്ടൻ്റെ ഉള്ളിലായിട്ട് സെൻറ്റർ ഭാഗത്ത് വെക്കാനായിട്ട് നമ്മൾ ക്രൈപ്പിൻ്റെ ക്ലോത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ മീതെയാണ് നമ്മുടെ നെറ്റിൻ്റെ ക്ലോത്ത് വരുന്നത്. മറിച്ച് സ്കേർട്ട് പാർട്ടിൽ ഞാനങ്ങനെ നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉള്ളിലേക്ക് ക്യാൻ സ്കേർട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ രണ്ടും കൂടി വേണ്ടെന്ന് കരുതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മാർക്ക് കഴിഞ്ഞു. ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ ആം ഹോളിൻ്റെ ഭാഗത്തോ മറ്റുള്ളതൊന്നും കൂടുതൽ നമുക്ക് ഷേപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാലും അളവുകൾ ശ്രദ്ധിക്കണം. എത്രയാണോ നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് ആ ലെങ്ത്തിൽ തന്നെ നമ്മൾ കട്ടിങ് കൊണ്ടുവരാൻ ശ്രമിക്കണം. നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് കട്ടിങ് ആം ഹോളിൻ്റെ ലെങ്ത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. എന്നാൽ നമുക്ക് ആ റൗണ്ട് ഷേപ്പ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതേ ലെവലിൽ നമ്മുടെ ക്രൈപ്പിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. സെയിം അളവ് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. 2 പീസായിട്ട് തന്നെ വേണം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. രണ്ടും ഒരേപോലെ വെച്ചിട്ട് നമ്മൾ വെട്ടിയെടുത്ത ക്ലോത്ത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒരേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. കത്രികയുടെ മേലെ ഒരു പച്ച കളറിൽ റിബൺ കെട്ടി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു വേണ്ട. നമ്മുടെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ തള്ളവിരലിൻ്റെ മേൽഭാഗത്ത് കുറച്ച് വേദന എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റിബൺ പോലെ കെട്ടി വെച്ചതാണ്. ഞാനിപ്പോൾ അത് കട്ട് ചെയ്യുന്ന നേരത്താണ് നോക്കിയത്. പച്ച കളറായതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ കെട്ടി വെച്ചതാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. കിട്ടിയ റിബൺ എടുത്ത് കെട്ടിയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ പുറത്തേക്ക് വെക്കുന്ന ക്ലോത്ത്, അത് നിങ്ങൾ ഏതാണോ ക്ലോത്ത്, ഇപ്പോൾ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ക്ലോത്ത് വാങ്ങിക്കുമ്പോഴേ എനിക്ക് 1/4 മീറ്റർ ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. 1/4 മീറ്റർ ആയിട്ട് ക്ലോത്ത് കിട്ടില്ല. എങ്കിലും പരിചയം വെച്ചിട്ട് എനിക്ക് 1/4 മീറ്റർ മതി എന്നിട്ട് അങ്ങനെ വാശി പിടിച്ച് മേടിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്ലോത്ത്. ഈ ക്ലോത്തും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക.
ഇത്രയേ ഉള്ളൂ. കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ നേരെ സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് പോകാം. ഇതിപ്പോൾ 3 ലെയർ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ മെയിൻ പാർട്ട്, പിന്നെ ക്രൈപ്പിൻ്റെ ലൈനിങ്, പിന്നെ കോട്ടൻ്റെ ലൈനിങ്. ഇനി നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തൊരു വള്ളി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് 2 പീസ് വേറെ എടുക്കണം കേട്ടോ. നമുക്ക് നിങ്ങളുടെ വീതിക്ക് അനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 ഇഞ്ചോളം വീതി, സ്റ്റിച്ചൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു 1/2 ഇഞ്ചോളം വീതി കിട്ടണം എന്നുള്ള ലെവലിലാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നീളം എത്ര എന്നുള്ളത് അറിയാലോ, 3.5 ഇഞ്ച്. അത് നമ്മുടെ ഫുൾ ലെങ്ത്ത് 10 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. അതിൽ നെക്കിൻ്റെ ഭാഗത്ത് 4 ഇഞ്ച് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. ആ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മേൽഭാഗത്തേക്ക്, അതായത് നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട്, സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരില്ല, നെക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വരില്ല. അവിടെ നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ കയറ്റി കട്ട് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ച് മേലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് അപ്പോൾ 4 എന്നുള്ളത് 3.5 ആവുകയാണ്. സൈഡിലേക്ക്, സെൻറ്ററിലേക്ക് 4 ഇഞ്ച് വരുന്നുണ്ട്, സൈഡിലേക്ക് 3.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ വള്ളി വരേണ്ടത് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3.5 ഇഞ്ചാണ് വരേണ്ടത്. തയ്യൽ തുമ്പ് രണ്ട് സൈഡിലേക്കും അത് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് പറയാനുള്ള തയ്യൽ തുമ്പ് അത് വേറെ എക്സ്ട്രാ കാണും. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് വേണം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മോളുടെ ലെവലിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ നെക്കിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് നിങ്ങൾ എടുക്കുക. 3 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നവരുണ്ട്, 3.5 ഇഞ്ച് എടുക്കുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു ഷേപ്പിലേക്ക് വരുമ്പോൾ നോർമൽ ഒരു ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ തയ്ക്കുന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ ആ വള്ളി കൊണ്ടുവരേണ്ടത്. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, ആ ഒരു റൗണ്ട് ഷേപ്പ്, ഒരു ഹാർഡ് ഷേപ്പ് വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നെക്കിൻ്റെ ലെങ്ത്തിൽ നിന്നും 1/2 ഇഞ്ച് കുറച്ചിട്ട് ആ ഒരു വള്ളി എടുക്കുന്നത് കേട്ടോ. ഇനി സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വള്ളി വരുന്നുണ്ടല്ലോ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക്, അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് പീസും, അതായത് ക്രൈപ്പിൻ്റെ ലൈനിങ്ങും നമ്മുടെ നോർമൽ പീസും കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കോട്ടൻ്റെ ലൈനിങ് ഇപ്പോൾ തന്നെ അറ്റാച്ച് ചെയ്യരുത്, കാരണം നമ്മുടെ ആ നെക്കിന് വരുന്ന ഒരു വള്ളി ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് പോകേണ്ടത് സ്റ്റിച്ച്, ആ വള്ളി പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെക്കരുത്, അപ്പോൾ പോരല്ലേ. അപ്പോൾ ആദ്യം തന്നെ രണ്ടും ഒരുമിച്ച് രണ്ട് ലൈനിങ്ങും ഒരുമിച്ച് അറ്റാച്ച് ചെയ്യാതെ സെൻറ്ററിൽ വരുന്ന ലൈനിങ് ആദ്യം അറ്റാച്ച് ചെയ്യണം. അതും ക്ലോത്തിൻ്റെ ചീത്ത വശത്ത്, ഇത് നല്ല വശമാണ്, പുറത്തേക്ക് കാണുന്ന വശം നല്ല വശത്ത് ഏറ്റവും താഴേക്ക് വെച്ചിട്ട് അതിൻ്റെ ചീത്ത വശത്ത് നമ്മുടെ ലൈനിങ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ചുറ്റുഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേ അറ്റാച്ചിങ് കഴിഞ്ഞു. വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റും തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ കോട്ടൻ്റെ ലൈനിങ്. ഓക്കെ, ഇത് 2 പീസും, അതായത് ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും ഇതേപോലെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം, നെക്കിന് വെക്കാനുള്ള ആ ഒരു വള്ളി ഉണ്ടല്ലോ, അത് സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് ആ ഒരു വള്ളി. നമുക്ക് നമ്മുടെ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത്, 1 ഇഞ്ച് എടുക്കുന്നവരുണ്ട്, ചെറിയൊരു വള്ളി മാത്രമായിട്ട് 1/4 ഇഞ്ച് എടുക്കുന്നവരുണ്ട് അല്ലേ, ഒരു 1/2 ഇഞ്ച് എടുക്കുന്നവരുണ്ട്, 3/4 ഇഞ്ച് എടുക്കുന്നവർ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ കുട്ടികളുടെ തടിക്കനുസരിച്ചിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഭംഗിക്കനുസരിച്ചും അതൊക്കെ നമ്മുടെ സ്വയം ഉള്ളിൽ നിന്ന് കൊണ്ടുവരേണ്ടതാണ് കേട്ടോ. എത്ര എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത് ഓരോ മോഡലിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, എന്തായാലും ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് ലെവലിൽ അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് ലെവലിലാണ് ഞാനിവിടെ എടുക്കുന്നത്. 2 എണ്ണം എന്ത് ചെയ്യാം, നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വരാം. അങ്ങനെ 2 നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത്, ഇപ്പോൾ രണ്ടും ഫ്രണ്ടിലേക്കുള്ള പീസും ബാക്കിലേക്കുള്ള പീസും ഒരേ ലെവലപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അതിലേതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അതായത് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം നോക്കാം. ആ സെൻറ്റർ ഭാഗത്തു നിന്ന് ഒരു 2 ഇഞ്ച് അകലത്തിലാണ് ഞാനത് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ നെക്കിൻ്റെ അകലം നമ്മൾ കണ്ടെത്താറില്ലേ, നെക്കിൻ്റെ അകലം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഗ്യാപ്പിൽ വേണം നമുക്ക് ആ ഒരു വള്ളി, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ ഒരു ലെവലിൽ വേണം നമ്മളത് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വീതി കുറഞ്ഞ ഈ ഒരു പട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ, അതായത് ഈ വള്ളിയൊക്കെ നല്ല വീതി കുറഞ്ഞത് വെച്ച് കൊടുക്കുമ്പോൾ എങ്ങനെ വെക്കും എന്നൊരു ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക്. അതായത് നമ്മുടെ ഷോൾഡറും നെക്കിൻ്റെ സ്റ്റാർട്ടിങ് ലെവലും വരുന്ന ആ ഒരു സെൻറ്റർ ഭാഗം എവിടെയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് അളന്ന് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കിട്ടില്ലേ. നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അത് കിട്ടും. ഷോൾഡറും അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ 2 ഇഞ്ച് അകലത്തിലാണത് വെച്ച് കൊടുക്കേണ്ടതുള്ളത്. അപ്പോൾ ഞാൻ 2 ഇഞ്ച് അകലത്തിൽ വെച്ചിട്ട് ജസ്റ്റ് അത് 2 ഭാഗത്തേക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2ഉം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേൽഭാഗത്തായിരിക്കണം നമുക്ക് നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് വെക്കേണ്ടത്. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് പോകേണ്ട ഭാഗമാട്ടോ പറയുന്നത്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് പോയി കഴിഞ്ഞാൽ വള്ളിയുടെ വീതിയല്ല, നീളം കിട്ടേണ്ടത് 3.5 ഇഞ്ചാണ്.
3.5 ഇഞ്ച് ആയിരിക്കണം. അതെ, ഇതിവിടെ ഫ്രണ്ട് ഭാഗത്തേക്കും അതേപോലെ തന്നെ ഒരു 3.5 ഇഞ്ച് ബാക്ക് സൈഡിലേക്കും പോയി കഴിഞ്ഞാൽ 7 ഇഞ്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തയ്ക്കാനുള്ളൊരു തയ്യൽ തുമ്പ് മാത്രമേ അവിടെ വേണ്ടുള്ളൂ. അതിനകത്തേക്ക് തയ്ക്കാനുള്ളൊരു തയ്യൽ തുമ്പ് മാത്രമേ അവിടെ വേണ്ടുള്ളൂ, കൂടുതൽ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ്, സെക്കൻഡ് ലൈനിങ് അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ കോട്ടൻ്റെ ലൈനിങ് തന്നെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു ക്രൈപ്പൊക്കെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു വിങ്ങലല്ലേ, അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ കോട്ടൻ്റെ തന്നെ വെക്കുന്നത്. അതാകുമ്പോൾ അവർക്കും ഒരു ആശ്വാസത്തിലവിടെ കിടക്കും. നമ്മൾ ആദ്യം ക്രൈപ്പിൻ്റെ ലൈനിങ് വെച്ചതുപോലല്ല ഈ കോട്ടൻ്റെ ലൈനിങ് വെക്കേണ്ടത് നല്ല പീസിൻ്റെ ഭാഗത്ത് വെക്കണം, എന്നിട്ട് ഉള്ളിലേക്ക് മറിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ചിലർ സൈഡ് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തിട്ട് മറിക്കാറുണ്ട്, അത് തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല, രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം തയ്യൽ തുമ്പ് കാണാതിരിക്കുന്ന ലെവലിൽ സ്റ്റിച്ച് ചെയ്യാനും പറ്റും. ആദ്യം തന്നെ അങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ല വശത്ത് നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ട് മേൽഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് വരാം. ആ ഒരു സെൻറ്റർ ഭാഗം, ആ ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടല്ലോ, ആ ലെവലിൽ തന്നെ കിട്ടണം കേട്ടോ. ഒരു വൃത്തിയായിട്ട് തന്നെ നമുക്കത് കിട്ടണം. സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്കിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ നോട്ട്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ ലൈനിങ്ങിനെ ഉൾവശത്തേക്ക് തന്നെ മറിച്ചിട്ട് മേലോടെ പതിച്ച് തയ്ക്കാട്ടോ ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ വെക്കുന്ന ഒരു വള്ളി ഉണ്ടല്ലോ, നെക്കിൻ്റെ ഭാഗത്തേക്ക് വെക്കുന്ന വള്ളിയുടെ തുമ്പും ഉള്ളിലേക്ക് പൊക്കോളും, പുറത്തേക്ക് നിൽക്കില്ല. കുട്ടികൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഇനി നമ്മുടെ സെക്കൻഡ് പീസ് എടുക്കാം. ബാക്കിലെ പീസ് എടുത്തിട്ട് ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ വള്ളി വെക്കേണ്ട അളവിൽ മാർക്ക് ചെയ്തിട്ട് വള്ളി വെച്ച് കൊടുക്കാം. ആ 2 ഇഞ്ച് ഭാഗത്താണ് വള്ളി വരേണ്ടത്. അവിടെ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വള്ളി തന്നെ ഇടത്തും വലത്തും മാറാത്ത ലെവലിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പണി കിട്ടും. ഓക്കെ, ഈ ഒരു ലെവലിൽ വെച്ച് കൊടുത്തിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ലെയറിൽ അതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. രണ്ടാമത്തെ ഭാഗത്തും നമ്മൾ വെക്കുന്ന സമയത്ത് അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് പണി കിട്ടും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി ഇതിൻ്റെ മേലെ തന്നെ നമ്മൾ കോട്ടൻ്റെ ലൈനിങ്ങും വെച്ച് കൊടുക്കുക.
ആ ഒരു സെൻറ്റർ ഭാഗത്ത് ശരിക്കും അതിൻ്റെ ഒരു ലെവൽ ഹാർട്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഒന്നുകൂടി വൃത്തിയായിട്ട് തയ്ച്ചത്. മറ്റേത് ഒരു നോർമൽ പീസ് പോലെ കിടക്കും, ഒരു ഹാർട്ട് ഷേപ്പ് നമുക്ക് കിട്ടില്ല. ഓക്കെ, അതുപോലെ കട്ട് ചെയ്തിട്ട് നോച്ചിട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ ലൈനിങ്, വൈറ്റ് ലൈനിങ്ങിന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. വൃത്തിയായിട്ട് പതിച്ച് തയ്ച്ച് കൊടുക്കുക. ഞാനിവിടെ ഷോപ്പിലിരുന്നുകൊണ്ടാണ് ഓൺ വോയിസ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വണ്ടിയുടെയും വാഹനങ്ങളുടെയൊക്കെ സൗണ്ട്, ഹോണിൻ്റെ സൗണ്ട് എല്ലാം കേൾക്കും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കുക, വാട്സപ്പ് വഴി എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും അളവിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ, സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. കാരണം നമ്മുടെ ലൈവ് ക്ലാസ്സിൽ, അളവുകളുടെയൊക്കെ ലൈവ് ക്ലാസ്സിൽ കറക്റ്റായിട്ടുള്ള അളവ് ഏതൊക്കെയാണ് എടുക്കേണ്ടത്, നെക്കിൻ്റെ അകലവും ഇറക്കവും ആംഹോളും ഷോൾഡറും, അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മുടെ അരഭാഗത്ത് വണ്ണം എടുക്കേണ്ട ലെവല്, പിന്നെ പ്ലീറ്റിൻ്റെ ഇൻടേക്കിൻ്റെ വീതി കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും അതിൻ്റെയൊക്കെ അളവുകൾ നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വാട്സപ്പ് വഴി ചോദിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മളിത് നോർമലായിട്ട് നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഭാഗം തയ്ച്ച് കൊടുക്കുന്നത് ഇങ്ങനെ പുറം മറിച്ചിട്ടാണല്ലോ, അതിന് പകരം നമ്മൾ നല്ല വശം തന്നെ ആദ്യം ഒന്ന് തയ്ച്ച് കൊടുക്കാം. അതാകുമ്പോൾ നമ്മുടെ ആ ഒരു പുറത്തേക്ക് നിൽക്കുന്ന ഒരു തയ്യൽ തുമ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ തന്നെ അകത്തേക്ക് കണ്ട് പൊക്കോളും. ഇതേപോലെ നോർമലായിട്ട് ആദ്യം വെക്കാം. എന്നിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, ലാസ്റ്റ് എൻഡ് ഭാഗം, അവിടെ ഇച്ചിരി തയ്ക്കാം. ഒരു 1/4 ഇഞ്ച് ലെവലിൽ തയ്ച്ചെടുക്കാം. രണ്ട് സൈഡിലും അതേപോലെ തയ്ച്ചെടുക്കാം. നമ്മളിങ്ങനെ എല്ലാ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം. എന്നാലും ആ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഓവർലോക്ക് ചെയ്യാനുള്ള മെഷീൻ ഉണ്ടെങ്കിലും കുട്ടികളുടെ ആകുമ്പോൾ ഇങ്ങനെ തയ്ച്ച് കൊടുക്കണമായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ അവർക്ക് ഓവർലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ചിലതിൽ ഇങ്ങനെ ഒരു കുത്തലുണ്ടാവില്ല, നൂലിൻ്റെയൊക്കെ കുത്തലുണ്ടാവില്ല, അതുണ്ടാവില്ല. ഈ ഒരു ലെവലിൽ തയ്ച്ചാൽ കുട്ടികൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കണ്ടില്ലേ, മൊത്തമായിട്ടും അതിൻ്റെ ആ ഒരു തയ്യലും കട്ടിങ്ങിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഉള്ളിലേക്ക് പോയി. നമ്മുടെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് നമുക്ക് എത്ര ഇഞ്ചാണോ നമ്മൾ നെഞ്ചിന് മാർക്ക് ചെയ്ത ലെവൽ, എത്ര ഇഞ്ചാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ അത് നമുക്ക് എടുക്കാം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കൂടുതലും ആളുകൾക്ക് ഒരേ അളവ് തന്നെ ആയിരിക്കും വരിക. വളരെ കുറച്ച് ആളുകൾക്ക് ചെറിയൊരു വ്യത്യാസം വരുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മോഡൽ എടുക്കുന്നതിൻ്റെ പേരിൽ കൂടുതലും സെയിം ആയിട്ട് തന്നെ വരാറുള്ളൂ. ഓക്കെ, അതായത് അരവണ്ണവും ചെസ്റ്റിൻ്റെ വണ്ണവും ഒരേ ലെവൽ തന്നെ വരാറുള്ളൂ. കാരണം നമ്മൾ ബേക്കിൽ നെക്കിന് ലെങ്ത്ത് രണ്ടും ഒരേ ലെവലല്ല എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഷോൾഡർ മൊത്തം കവർ ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ ലൂസ് കൂടാനാണ് ചാൻസ്. അപ്പോൾ ഒരേ ലെവലിലാണ് കുട്ടികളെ സംബന്ധിച്ചിട്ട് ഫ്ലാറ്റ് ആണല്ലോ അവരുടെ ബോഡി, അപ്പോൾ അതേപോലെ കിട്ടാനാണ് ചാൻസ്. പക്ഷേ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രം ചെറിയൊരു വ്യത്യാസത്തിൽ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ കുട്ടികളുടെ അളവിനനുസരിച്ചിട്ട് രണ്ട് ചെസ്റ്റിൻ്റെ ഭാഗവും വേസ്റ്റിൻ്റെ ഭാഗവും തയ്ക്കാം. ഇവിടെ നമുക്ക് 12 ഇഞ്ചാണ് വേണ്ടത്. ആ 12 ഇഞ്ച് ലെവലിൽ തയ്ച്ചെടുക്കാം. കാരണം നമ്മുടെ സ്കേർട്ടിൻ്റെ അരഭാഗവും 12 ഇഞ്ചിലാണ്. അതിനനുസരിച്ച് നമുക്കിവിടെ തയ്ച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അരഭാഗത്ത് എന്താ പറയുക, പിടിച്ച് കെട്ടി വെക്കാനുള്ള വള്ളി വെക്കണമെങ്കിൽ വള്ളി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ
നമ്മളിപ്പോൾ നെക്കിന് ചെയ്തില്ലേ, വള്ളി വീതിയിൽ വെച്ച് കൊടുത്തില്ല, അതേപോലെ വള്ളി വെക്കണമെങ്കിൽ വള്ളി വെക്കാം. ആവശ്യമുള്ളവർക്ക് ചെയ്യാം, ഇല്ലാത്തവർക്ക് ഇതേപോലെ സ്കിപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും വെച്ച് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ സ്കേർട്ട് പാർട്ട് എടുക്കാം. തയ്ച്ച് റെഡിയാക്കി വെച്ചതാണല്ലോ നമ്മളെ സ്കേർട്ട് പാർട്ട്, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കേ വേണ്ടുള്ളൂ. ഇനി ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ചുറ്റുഭാഗം നോക്കിയിട്ട് പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ പിൻ ചെയ്യാതൊക്കെ കുറച്ച് പ്രാക്ടീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, സ്റ്റിച്ച് ചെയ്തിട്ട് കൈവഴക്കം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നോർമലായിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഭാഗത്തിൻ്റെ ഒരു അരഭാഗം വെച്ചിട്ട്, ഏതെങ്കിലും ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യുമ്പോൾ 3 ഇഞ്ച് 3 ഇഞ്ചായിട്ട് വന്നില്ലേ, ആ ഒരു ഭാഗം തന്നെ അരഭാഗമായിട്ട് നമ്മൾ കാണാൻ നോക്കുക. അതായത് അരഭാഗം എന്ന് വെച്ചാൽ സൈഡ് ഭാഗമായിട്ട് കാണാൻ നോക്കുക. ഓക്കെ, ഞാൻ ആ മാർക്ക് ചെയ്ത ഭാഗം തന്നെയാണ് സൈഡ് ഭാഗമായിട്ട് കാണുന്നത്. ഞാൻ അവിടെ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നോട്ട്സും നമ്മുടെ യോക്കിൻ്റെ സൈഡിൽ തയ്ച്ചിട്ടുള്ള ആ ഒരു പീസും വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ടും ഒരേ അളവിൽ തന്നെ നമ്മൾ എടുത്തത് കൊണ്ട് നമുക്കവിടെ കുറവും കൂടുതലൊന്നും വരില്ല, കറക്റ്റായിട്ട് തന്നെ വരും. എന്നാലും നിങ്ങൾ ഇതുപോലെ ചെയ്യാതെ ഒന്ന് പിൻ ചെയ്തിട്ടൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് നോക്കിയിട്ടൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ, തുടക്കമായതുകൊണ്ട്. നമ്മൾ ഈ ഒരു റൗണ്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ ആം ഹോൾ കട്ട് ചെയ്തിട്ട് സ്ലീവൊക്കെ വെക്കുന്ന ടൈപ്പ് സമയമുണ്ടല്ലോ, നമ്മൾ ചുരിദാറിനും ബ്ലൗസിന് പ്രത്യേകിച്ചാണ്, ചുരിദാറിന് ഇപ്പോൾ ഒന്നും കൂടുതൽ എടുക്കാറില്ല, എങ്കിലും ചുരിദാറിനായാലും ബ്ലൗസിനായാലും നമ്മൾ സ്ലീവ് ആദ്യം തന്നെ ഷേപ്പ് തയ്ച്ചതിന് ശേഷം, സ്ലീവിൻ്റെ വണ്ണം തയ്ച്ചതിന് ശേഷം അവിടെ ഈ ഒരു ലെവലിൽ നമ്മൾ പിന്നീട്, അതായത് നമ്മുടെ ചുരിദാറിൻ്റെതാവട്ടെ എന്താവട്ടെ ബോഡിയുടെ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം ലാസ്റ്റിലാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. ഷർട്ടിലും ബ്ലൗസിലൊക്കെ കൂടുതലും കണ്ടുവരുന്നത് അങ്ങനെയാണ്, എല്ലാ ഡ്രസ്സിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എങ്കിൽ അതിൻ്റെ ആ ഒരു കക്ഷഭാഗത്ത് കൈ പൊക്കുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടുള്ളൂ. അതിൽ 2 ലൈനിങ്ങും കൂടി ജോയിൻ ആയിട്ടാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് കൈ പൊക്കുന്ന സമയത്തൊക്കെ രണ്ടും വേറെ ആയിട്ട് നിൽക്കാതെ രണ്ടും ജോയിൻ ആയിട്ട് നമ്മുടെ കൈ പൊക്കുമ്പോൾ നമ്മുടെ ചുരിദാറും കൂടി മേലേക്ക് പൊങ്ങുന്നൊരു ലെവലാവും. അപ്പോൾ രണ്ടും വേറെ ഇതേപോലെ തയ്ച്ചെടുക്കണതാണ് നല്ലത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നമുക്കിവിടെ സ്ലീവ് വെക്കേണ്ടതില്ല. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾക്ക് എക്സ്ട്രാ ലൈനിങ് വീണ്ടും ഉള്ളിലേക്ക് വേറെ വെച്ച് കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് ആദ്യം അറ്റാച്ച് ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ സ്കേർട്ട് പാർട്ട് ആദ്യം ഇതേപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇനി വരുന്ന ലൈനിങ് ഉണ്ടല്ലോ അത് എക്സ്ട്രാ ഓപ്പോസിറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ പുറത്തേക്ക് കാണാതെ ഉള്ളിലേക്ക് പോയി കൊടുക്കും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും വർക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഒന്ന് തേച്ചെടുക്കുക കേട്ടോ. വാട്ടർ അയൺ ഉണ്ടല്ലോ അത് വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് തേച്ചെടുക്കണമെങ്കിൽ നല്ല ലെവലായിട്ട് നിൽക്കുള്ളൂ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് എല്ലാവരും സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് കാണിച്ച് തരാം കേട്ടോ, ഗ്രൂപ്പിലിട്ടാലും മതി. ഇതായിരുന്നു നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു രൂപം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എങ്കിലേ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.